അപ്പോൾ ഞങ്ങളുടെ അപ്പോൾ ഗൺസ് ഫയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഫയർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാനും എൻ്റെ 2IC മേജർ CB ദ്വിവേദി ഞങ്ങൾ രണ്ടുപേരും ഗൺ പൊസിഷൻ്റെ നടുവിൽ ഇരുന്നിട്ടാണ് ഞാൻ ഫയർ പ്ലാൻ ഉണ്ടാക്കി ഇവനെ ഡിക്റ്റേറ്റ് ചെയ്യാണ്. ഡിക്റ്റേറ്റ് കഴിഞ്ഞ് ഇവന് പറഞ്ഞു കൊടുക്കുകയാണ്. ഇപ്പോൾ ടാസ്ക് ടേബിൾ എന്ന് പറയും. അപ്പോൾ ഓരോരോ റെജിമെൻറ്റ് ഓരോ ബാറ്ററി എന്താണ് ചെയ്യേണ്ടതെന്നുള്ളതാണ് ഈ ടാസ്ക് ടേബിൾ. എന്നിട്ട് നമ്മളിത് അവർക്ക് കൊടുക്കും. ഈ ടാസ്ക് ടേബിൾ ഇവർക്ക് കൊടുക്കും. ആ ടാസ്ക് ടേബിളിനനുസരിച്ചിട്ടാണ് ഇവർ ഫയർ ചെയ്യുക. ഇത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് നമ്മുടെ ഗൺ പൊസിഷനിലേക്ക് ഒരു കൗണ്ടർ ബോംബാർഡ്മെൻറ്റ് കൊണ്ടു പാകിസ്ഥാനികൾ. അപ്പോൾ നമ്മുടെ 3 ബാറ്ററി ഡിപ്ലോയിഡാണ്. അതിൽ ആദ്യം ഒരു ഷെല്ല് വന്നിട്ട് ഗൺ പോസ്റ്റിൽ വീണു. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി നമ്മൾ ഇത്ര ട്രെയിൻഡ് ഇയേഴ്സാണല്ലോ ഞാനൊക്കെ. അപ്പോൾ ഇത് വീണ്ട ഉടനെ തന്നെ മറ്റവനും ഇൻസ്ട്രക്ടർ ഇൻ ഗൺട്രിയാണ് ദ്വിവേദി. അവനും എന്നെ പോലെ LGC ക്വാളിഫൈഡാണ്. ഇൻസ്ട്രക്ടറൊന്നും ആയിരുന്നില്ല, പക്ഷേ LGC ചെയ്തവരെ ഇൻസ്ട്രക്ടർ ഇൻ ഗൺട്രി എന്നാണ് പൊതുവെ പറയുക. അപ്പോൾ ഞങ്ങൾ ഇത് പെട്ടെന്ന് ശബ്ദം കേട്ടപ്പോൾ ഇവൻ എന്നോട് പറഞ്ഞു ചതിച്ചു എന്നുള്ള ഈക്വലൻ്റ് എന്ത് പേരിൽ പറഞ്ഞു. സർ ചതിച്ചു എന്ന് പറഞ്ഞിട്ട് ഇവൻ പെട്ടെന്ന് ചാടി. പറഞ്ഞ ഉടനെ തന്നെ ഞാൻ ഇവൻ്റെ കൈ പിടിക്കുമ്പോഴത്തേനും ഇവൻ ഒരു 3 അടി അങ്ങോട്ടേക്ക് പോയി. ഈ 4 അടി പോയിട്ടുണ്ടാവും. എനിക്ക് റിയാക്ട് ചെയ്യാൻ സമയം കിട്ടില്ല, കാരണം എൻ്റെ അടുത്ത് മാപ്പും ഈ സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനിത് നോക്കിയിട്ട് എനിക്കിതെല്ലാം സൂക്ഷിച്ച് നോക്കിയിട്ട് വേണം ചെയ്യാനായിട്ട്. ഇവനത് എഴുതിയെടുക്കാൻ വേണം മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ അത്ര ഒരു റിയാക്ഷൻ ടൈം വേണ്ടേ. ആ ടൈമിൽ ദ്വിവേദി എഴുന്നേറ്റുടനെ അടുത്ത ബോംബ് വന്നു. ഈ ബോംബ് വന്ന് വീണുകൊണ്ട് തന്നെ എയർബേഷല്ലായിരുന്നു. അതോടുകൂടി ദ്വിവേദി താഴെ വീണു. അപ്പോൾ തിരിഞ്ഞ് നോക്കുമ്പോഴത്തേന് ഇവൻ്റെ കൈ ഉണ്ടല്ലോ, ഈ കൈ 2 കഷ്ണമായിട്ടുണ്ടായിരുന്നു കുറേ, പക്ഷേ ഒടിഞ്ഞ് അങ്ങോട്ട് വിട്ടിട്ടില്ല. ഞാൻ ബ്ലീഡ് ചെയ്യുന്നപ്പോൾ ഇങ്ങനെ കിടന്ന് പെട്ടുന്നുണ്ട്. അപ്പോഴത്തേനും ഞാൻ അങ്ങോട്ട് തിരിഞ്ഞ് നോക്കുമ്പോഴത്തേന് രണ്ടും കൂടെ ഒരുമിച്ചാണ് കാണുന്നത്. ഒരു ഗണ്ണിൻ്റെ മീതെ നമ്മുടെ ഒരു ഗൺ, ആ ഒരു ഗണ്ണിൻ്റെ മീതെ ക്യൂബക് ബാറ്റയുടെ ഗണ്ണിൻ്റെ മീതെ വന്നിട്ട് ആണ് ഈ ബോംബ് വീഴുന്നത്. വായിച്ചു ഇന്നേ വരെ ചരിത്രത്തിൽ ഒരിക്കലും ഒരു ആർട്ടിലറി ഗണ്ണിൻ്റെ മീതെ ഒരു ഷെല്ല് വന്ന് ഡയറക്റ്റ് വീണതായിട്ട് കേട്ടിട്ടില്ല. അപ്പോൾ ഞാനിപ്പോൾ ഇത്രയും വർഷമായിട്ട് ഇതിനെയൊക്കെ പറ്റിയിട്ട് വായിക്കുകയും പഠിക്കുകയൊക്കെ ചെയ്യുന്നതാണല്ലോ, ഒരിക്കലും വേണില്ല. ഈ ഷെല്ല് വന്നിട്ട് ഗണ്ണിൻ്റെ മീതെ വീണു. അതോടുകൂടി ഈ 4 പേരാണ് ആ നേരത്ത് കണ്ടുവച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൽ ലാൻസ് ഹവൽദാർ മലയ്യ ഉണ്ടായിരുന്നു, നായിക് ഗോപയ്യ ഉണ്ടായിരുന്നു, പിന്നെ INC സിംഗ് ഉണ്ടായിരുന്നു, രാജ്കുമാർ ഉണ്ടായിരുന്നു. ഒരു 4 പേര് വരുന്നു. ഇവരും ഈ ഗണ്ണും അതോടുകൂടി നാമാവശേഷമായി. ശരിക്കും നമ്മൾ പറഞ്ഞ പൂത്തിരി എന്ന് പറയില്ലേ, അതേമാതിരിയാണ് ആകാശത്തിലേക്ക് ഇങ്ങനെ പിരിഞ്ഞിട്ട് ഇങ്ങനെ പൂത്തിരി ചെയ്യുന്ന മാതിരി ഇങ്ങനെ പോയി. പിന്നെ കുറേ പേര് ഇഞ്ചേർഡായി. അപ്പോൾ നമ്മൾ മാത്രമല്ല അവിടെ ഉള്ളത്, കുറേ ഇൻഫൻട്രിക്കാരുണ്ടായിരുന്നു അവിടെ. അപ്പോൾ അവിടെ ഒരു പാരാ ബ്രിഗേഡിലെ ഒരു ഇൻഫൻട്രി ബറ്റാലിയൻ അവർ അവിടെ വന്നിട്ട് അവിടെ പൊസിഷൻ എടുത്തിട്ടുണ്ട്. അവർ ഡിപ്ലോയ് ആവുന്നതിന് മുമ്പ്, കാരണം ഏരിയാസ് ഉണ്ടല്ലോ. അപ്പോൾ അവരുടെയും കുറേ പേർക്ക് ഇഞ്ചേർഡ് ഉണ്ടായിരുന്നു. അങ്ങനെ അപ്പോൾ നമ്മുടെ ക്വാർട്ടർ മാസ്റ്റർ ഒരു ക്യാപ്റ്റൻ ഗംഗാധരനായിരുന്നു. ഞാൻ ഗംഗാധരൻ ഓടി വന്നു. അപ്പോൾ ഡ്രൈവേഴ്സൊന്നുമില്ല. അപ്പോൾ ഡ്രൈവേഴ്സിനോടൊക്കെ ഞാൻ അമ്യൂണിഷൻ ഇതിനായിട്ട് ഇപ്പോൾ വണ്ടിയുടെ ആവശ്യമില്ലല്ലോ. അപ്പോൾ ഡ്രൈവർ ഓൾറെഡി പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അവിടെയുള്ള ഡ്രൈവേഴ്സും കുക്കുകളും എല്ലാവരും ഈ അമ്യൂണിഷൻ കൊണ്ടുവയ്ക്കലും പരിപാടിയൊക്കെയാണ് വായിച്ചത്. എല്ലാവരും ബിസിയാണ്. ഫയറിങ് കണ്ടിന്യൂസ് നടക്കണം. കാരണം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഫയർ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ അറ്റാക്ക് ചെയ്യുന്ന ഇൻഫൻട്രിക്കാരെല്ലാം തവിടുപിടിയാവും. അവരെ സപ്പോർട്ട് ചെയ്യണം നമ്മൾ. വായിച്ചത് ഗൺസ് സ്റ്റോപ്പ് ചെയ്തില്ല. ഇതൊക്കെ നടക്കണമെങ്കിൽ ഈ ഫയർ ചെയ്യുന്ന ഗൺസ് ഉണ്ടല്ലോ, ഗൺസ് ഡിഡ്ന്റ് സ്റ്റോപ്പ്, ദ കണ്ടിന്യൂഡ് ഫയറിങ്. അതൊരു എന്തെന്നാ അതിനെ പറയുക. അങ്ങനെ ഞാൻ ദ്വിവേദിനെ അവിടെ തൊട്ടടുത്ത് ഒരു മെഡിക്കൽ എയ്ഡ് പോസ്റ്റ് ഉണ്ട് അവിടേക്ക്. അപ്പോൾ വണ്ടിയിലേക്ക് ലോഡ് ഇവനെ എടുത്തു വയ്ക്കാനായിട്ട്, ലോഡ് എന്ന് പറയുന്നത് തെറ്റാണ്, എടുത്തു വയ്ക്കാനായിട്ട് ഗംഗാധരൻ ഞാൻ പറഞ്ഞു, ഗംഗാധരനോട് പറഞ്ഞു, ഗംഗാധരൻ നീ ഇവിടെ മാനേജ് ചെയ്യും. പിന്നെ ഞാൻ ദ്വിവേദിയെ ഹോസ്പിറ്റലിൽ എത്തിക്കിട്ട് അപ്പോൾ ഒരു 100-150 മീറ്ററേ ഉള്ളൂ അവിടേക്ക്. ഞാൻ ജീപ്പിൽ കൊണ്ടുപോയി. അവിടെ ചെല്ലുമ്പോഴത്തേനും അങ്ങനെ ആൾക്കാരിങ്ങനെ കൊണ്ടുവന്നിടുക, ബ്ലാങ്കറ്റില്ലേ അതിലിങ്ങനെ ആൾക്കാരിങ്ങനെ കൊണ്ടുവന്നിടുകയാണ് ഓരോരുത്തരായിട്ട്. അപ്പോൾ ഞാനിങ്ങനെ അവിടെ നിന്ന് നോക്കുമ്പോൾ കൊണ്ട് എഴുത്തിൻ്റെ ഇവിടെ മലയ്യ തലയില്ല, യൂണിഫോമിൽ തലയില്ല, യൂണിഫോമിൽ മലയ്യ. അപ്പോൾ ഈ മലയ്യ അന്ന് ഒരു 1.5 മണിക്കൂറിന് മുമ്പ് വായിച്ചു എനിക്ക് ഭക്ഷണം സെർവ് ചെയ്ത അന്ന്. അപ്പോൾ അവരാണ് മെസ്സ് നോക്കുന്നത്. അങ്ങനെ തിരഞ്ഞു നോക്കിയപ്പോൾ ദൂരത്ത് മലയുടെ തലയെടുക്കുന്നു. അവിടുന്ന് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുമ്പോഴത്തേനും അത്രയും നോക്കാൻ സമയമില്ല, കാരണം ദ്വിവേദിയെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ലല്ലോ. അപ്പോഴെടുത്ത് അവിടെ ഗോപയ്യയുടെ ശരീരം കിടക്കുന്നു. അവിടെ നിന്ന് പിന്നെ അടുത്ത് നോക്കുമ്പോഴത്തേനുണ്ട് രാജ്കുമാറിൻ്റെ. അപ്പോൾ രാജ്കുമാർ എന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ കുട്ടി 19 വയസ്സായിട്ടുള്ളൂ വായിച്ചത്.
അവൻ്റെ കല്യാണം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെ രാജസ്ഥാനിലേക്ക് വേഗം കല്യാണം കഴിയല്ലോ. ഇവൻ ട്രെയിനിങ് കഴിഞ്ഞിട്ട് അതിന് ശേഷം ഇവൻ വീട്ടിലേക്ക് പോയിട്ടില്ല. അതാണ് അവൻ. ഈ സിംഗ എന്ന് പറയുന്ന പയ്യൻ, അവന് പിന്നീട് സേനാ മെഡൽ കിട്ടി. ഇവൻ ഞാൻ എവിടെ പോകുമ്പോഴും എൻ്റെ ഒപ്പം, എൻ്റെ ഗണറായിരുന്നു അവൻ. ബോഡി ഗാർഡെന്ന് വേറെ വിധത്തിൽ പറയുന്നത്, എവിടെ പോകുമ്പോഴും AK-47 എടുത്തിട്ട് അവൻ്റെ ഒപ്പം ഇടും. അപ്പോൾ ഞങ്ങളിങ്ങനെ വണ്ടി പോകുമ്പോൾ അവൻ മുന്നിൽ ലീഡ് ചെയ്യുന്നത് ഇവരായിരിക്കും നമ്മളുടെ. അപ്പോൾ QRT എന്ന് പറയും, ക്വിക്ക് റിയാക്ഷൻ ടീം. അപ്പോൾ അതിൽ ഇവനായിരിക്കും. ഇവൻ്റെ അടുത്ത് AK-47 ഉണ്ട് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവനൊരു ഭംഗിയായിട്ട് വിസിലടിക്കും. ഇവൻ നോർത്ത് ഇന്ത്യയിൽ നിന്നാണല്ലോ, വളരെ ദൂരത്തേക്ക് അടക്കം വിസിൽ കേൾക്കാം. അപ്പോൾ ഈ വിസിൽ കേട്ടാലും ആൾക്കാർക്ക് അറിയാം ഈ QRT വരുന്നുണ്ട്, എൻ്റെ പിന്നിൽ സീനിയർ ഓഫീസർ വരുന്നുണ്ടെന്ന്. അപ്പോൾ ഒന്ന് ഇവനാണ്, സിംഗയാണ്. അപ്പോൾ ഇവർ എല്ലാവരും ഇത് കണ്ടുപിടിക്കും. അപ്പോൾ അവിടെ ഒരു ഡോക്ടറുണ്ട്. ആ ലേഡി ഡോക്ടറെ പറ്റിയിട്ട് പിന്നീട് ഞാൻ ഒരിക്കലും വായിക്കുക കേൾക്കുകയൊന്നുണ്ടായില്ല. ആ കുട്ടിയുടെ പേര് പോലും എനിക്കറിയില്ല. ഈ കുട്ടി ഒരു കയ്യിലൊരു സിറിഞ്ചും എടുത്തിട്ട് ഇങ്ങനെ നിൽക്കുക. അവിടെ ഒരു സിറിഞ്ചും എടുത്തിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ഈ കുട്ടി എന്താ ചെയ്യണമെന്നൊരു പിടിയില്ല. അപ്പോൾ ഈ കുട്ടി അവിടെ ആകെയുള്ള ഒരു പെൺകുട്ടിയാണ്, എൻ്റെ മോളുടെ പ്രായം. മോൾക്ക് അന്ന് 25 വയസ്സൊന്നും ആയിട്ടില്ല, ഒരു കൊച്ചു പെൺകുട്ടി. അപ്പോൾ ഇവളെ ഞാൻ മോളിൽ നിന്നാണ് വിളിക്കുക. അപ്പോൾ അവൾക്ക് വേണ്ട ഒരു പെൺകുട്ടിയാണല്ലോ, അപ്പോൾ അവൾക്ക് വേണ്ടതായിട്ടുള്ള ഒരു സ്ത്രീക്ക് വേണ്ട ചില അറേഞ്ച്മെൻറ്റ്സൊക്കെ വേണമല്ലോ കുളിക്കാനും ഇതിനൊക്കെ. അവൾ മാത്രമേ ഒന്ന് കുളിച്ചിട്ടുള്ളൂ ആ യുദ്ധ സമയത്ത്, വേറെ ഞങ്ങളാരും കുളിച്ചിട്ടില്ല. അപ്പോൾ അതൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇങ്ങനെ നിൽക്കുക. എന്നെ കണ്ടോട്ട് കൂടിയിട്ട് ഈ കുട്ടി ഓടി വന്നിട്ട് സാർ, അവൾ അങ്ങോട്ട് കരയാൻ തുടങ്ങി. ഇവൾ പറഞ്ഞു, സാർ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇതുമാറ്റൊരു സിറ്റുവേഷൻ കണ്ടില്ല. ഐ എം നോട്ട് ട്രെയിൻ ഫോർ ദിസ്. ഐ ഡോണ്ട് നോ വാട്ട് ടു ഡു. ഐ ജസ്റ്റ് കാൺ തിങ്ക്. അപ്പോൾ ഞാൻ അവളുടെ ഇങ്ങനെ കയ്യിൽ തട്ടിയോടെ ഞാൻ അവളോട് പറഞ്ഞു, മോളെ നോക്ക്, ഇത് ആർക്കായാലും സംഭവിക്കുന്ന കാര്യമാണ്. നീ ഒരു കാര്യം ചെയ്യ്, ഡിസിഷൻ എടുക്കേണ്ടത് നീയാണ് ഡോക്ടർ. ആ ഡിസിഷൻ എനിക്ക് പറയാൻ പറ്റില്ല. നിൻ്റെ എസ്റ്റിമേറ്റ് പ്രകാരം, അസസ്മെൻറ്റ് പ്രകാരം 50% കൂടുതൽ സർവൈവ് ചെയ്യാൻ പോസിബിലിറ്റി ഉള്ള ആൾക്കാരെ മാത്രം അറ്റൻഡ് ചെയ്യുക, അല്ലാത്തവർ മരിച്ചോട്ടെ, സാരമില്ല, യുദ്ധമല്ലേ പറഞ്ഞു. അപ്പോഴത്തേന് ദ്വിവേദി പുള്ളി പറഞ്ഞു, കൈ ഇങ്ങനെ ഉണ്ടല്ലോ, ഒന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഞാൻ ദ്വിവേദിയെ, അപ്പോഴത്തേന് അവിടെ ഒരു ക്യാനൽ വന്നു, മിലിറ്ററി ഓപ്പറേഷൻ ഡയറക്ടറേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ അദ്ദേഹം എൻ്റെ അടുത്ത് ഓടി വന്നു. എന്നിട്ട് എന്നോട് പറഞ്ഞു, കേണൽ വാട്ട് ക്യാൻ ഐ ഡു? അപ്പോൾ ഞാൻ പറഞ്ഞു, സർ ഇതെൻ്റെ 2IC ആണ്, എനിക്ക് ഇവനെ വെക്കേറ്റ് ചെയ്യണം. ഗൺസിൻ്റെ അവിടെ ഫയറിങ് എടുക്കുന്നുണ്ട്. ഈ കാഷ്വാലിറ്റീസ് ഒന്ന് ഹാൻഡിൽ ചെയ്യാനായിട്ട് സർ സഹായിക്കണം. ഗൺ പൊസിഷനിൽ എൻ്റെ ഓഫീസേഴ്സ് അവിടെ ഹാൻഡിൽ ചെയ്തോളും. പക്ഷേ അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, ധൈര്യമായിട്ട് പോകുന്നു പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഇവരുടെ FSC ഫോർവേഡ് സർജിക്കൽ സെൻറ്റർ അവിടേക്ക് ഉണ്ട്. അപ്പോൾ അവിടെ ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു. ഈ ഡോക്ടർ ഒരു കേണൽ ആയിരുന്നു, അദ്ദേഹം സർജൻ. അദ്ദേഹം ഓടി വന്നു. അപ്പോൾ ഞാനാണ് ഡ്രൈവ് ചെയ്യുന്നത്, വേറെ ആരുമില്ല വണ്ടിയിൽ. അദ്ദേഹം ഓടി വന്നിട്ട് ഇങ്ങനെ പിടിച്ച് നോക്കിയിട്ട് ടോർച്ച് അടിച്ചിട്ട് ഈസ് ഗോൺ എന്ന് പറഞ്ഞു. അപ്പോൾ അതുവരെ ഞാനൊരു എന്താ പറയുക, ഞാൻ മനുഷ്യനല്ല, ഐ ബിക്കം എ ലോഗ്. ഞാനെന്തൊരു ഏതൊരു ലോകത്താണ്. ഇയാൾ പെട്ടെന്ന് ഈസ് ഗോൺ എന്ന് പറഞ്ഞത്. അത് പറഞ്ഞിട്ട് ഇയാൾ നെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ട് സർജൻ ഓടുക. അപ്പോൾ വേറെ 5-8 സർജൻസ് ഉണ്ട്. അപ്പോൾ ഈ ഡോക്ടേഴ്സ് ഒക്കെ ലെഫ്റ്റനൻറ്റ് കേണൽസാണ്. അപ്പോൾ ഇവർ എൻ്റെ അടുത്ത് വന്നപ്പോഴാണ് എനിക്ക് ബോധം വരുന്നത്. അപ്പോൾ ഞാൻ ഇവരോട് പറഞ്ഞു, വാട്ട് ഡിഡ് ഹി സേ? അവരെൻ്റെ അങ്ങനെ മുഖത്ത് നോക്കിയിട്ട് ഇങ്ങനെ തലയാട്ടി. അപ്പോൾ ഞാൻ പറഞ്ഞു, നോക്ക്, ദിസ് നോട്ട് പോസിബിൾ, ഹീസ് എ ലൈഫ് ഒന്ന് ചെക്ക് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ അവർ കൊണ്ടുപോയിട്ട് ചെക്ക് ചെയ്തിട്ട് എന്നോട് പറഞ്ഞു, സാർ ഹീസ് നോ മോർ, ഹീസ് ഗോൺ എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് പിന്നെ ദ്വിവേദന കണ്ടിട്ടില്ല, അവനൊരു സീ ഓഫ് ചെയ്യാനായിട്ട് ഒന്ന് കരയാൻ പറ്റില്ല. അവിടുന്ന് ഗൺ പൊസിഷനിൽ എത്തുമ്പോഴത്തേന് എല്ലാം ശാന്തം. മിലിറ്ററിക്ക് ഒരു പ്രത്യേകത ഉണ്ട് വാജിദ്, എന്ത് തന്നെയായിട്ടുണ്ടെങ്കിലും ഉണ്ടല്ലോ, അത് കൈകാര്യം ചെയ്യാൻ മിലിറ്ററിക്കൊരു പ്രത്യേക കഴിവുണ്ട്. ഞാനവിടെ എത്തുമ്പോഴത്തേന് കാഷ്വാലിറ്റീസ് ഹവ് ബീൻ ടേക്കൺ കെയർ, ആംബുലൻസുകൾ എത്തിയിട്ടുണ്ട്, നമ്മുടെ ഗൺസൊക്കെ ഫയർ ചെയ്യുന്നുണ്ട്, ഒന്നും സംഭവിക്കാത്ത മട്ടിൽ. അപ്പോൾ ഞാനങ്ങനെ ഈ അതേ ബാറ്ററിലേക്ക് വീണ്ടും ചെന്നു. പിന്നീട് അവിടെ ഫയറിംഗ് ഉണ്ടല്ലോ. അപ്പോൾ ഞാനവിടെ ചെന്നിട്ട് ജവാന്മാരോട് പറഞ്ഞു, ഇത്തിരി ഒന്ന് ശ്രദ്ധിച്ചിട്ട്, ബി കെയർഫുൾ. ഇവർ പറഞ്ഞു, ഞാൻ അതിശയിച്ചു പോയി. ഇവർ പറഞ്ഞു, ക്യാ ഹുവാ സാബ്, എന്താ സംഭവിച്ചത്? അപ്പോൾ ഇവർ പറയാ, സാബ് പോയി പറഞ്ഞു പെടുത്താം. പറഞ്ഞു ദ്വിവേദി സാബ് പോയി, മറ്റുള്ളവരൊക്കെ പോയി, ഇനിയിപ്പോൾ ഞങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാലെന്താ? അവരെന്നോട് ഇങ്ങോട്ട് പറയണ വാജിദ്, സാബ് ഫയറിങ് നേ രുക്കേഗ, അതായത് ഫയറിങ് ഒരു കാരണവശാലും സ്റ്റോപ്പ് ചെയ്യില്ല എന്ന്.
അപ്പോൾ ഈ ആർട്ടിലറിയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ വായിച്ചത് ബാക്കിയുള്ളവർക്കൊക്കെ റെസ്റ്റ് കിട്ടും. ആർട്ടിലറി ഗെറ്റ്സ് നോ റെസ്റ്റ്, നോ റിസ്പൈറ്റ്, കണ്ടിന്യൂസ് ആയിട്ട് ഫയർ ചെയ്യും. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ടോലറിങ് കഴിഞ്ഞ ഉടനെ തന്നെ നമ്മൾ വേറെ ടാർഗറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യും, അവിടുന്ന് വേറെ ടാർഗറ്റിലേക്ക് ചെയ്യും, വേറെ ടാർഗറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ പിന്നെ ഫയറിങ് കൊണ്ടിരിക്കുന്നു.